വേടൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ജാതീയമായ രീതിയിൽ അതിനെ കാണുന്ന ഒരു രീതി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു. അതായത് ജാതീയമായി ആക്ഷേപിക്കുന്നു എന്ന തരത്തിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൽ സംഭവിക്കുന്ന ഒരു പ്രധാന വസ്തുത, ഇത് ഇപ്പോൾ ജാതിയോ എന്തോ ആയിക്കോട്ടെ, അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെയുള്ള നമ്മൾ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ അതിനെ കാണേണ്ട കാര്യമില്ല. അത് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് സമ്മതിക്കണം. അതിനെ മറ്റൊരു തലത്തിൽ കൊണ്ടുപോയി ഒരു ഇരവാദം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് വേടൻ്റെ രാഷ്ട്രീയമാണ് പറഞ്ഞു തുടങ്ങിയത് ഇന്നലെ. അതായത് വേടൻ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. ഇവിടെ സംഭവിക്കുന്നത് വേടനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ, വേടൻ കറുത്തിരിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ജാതിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്? അതായത് ഈ ഒരു പ്രവണത മുമ്പും ഉണ്ടായിട്ടുണ്ട്, അതിതീവ്ര ജാതിവാദം. ഈ ജാതിവാദത്തിൻ്റെ പ്രയോക്താക്കളെന്ന് പറയുന്നത് തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജാതി എടുത്തിടുന്നത്. ഈ തെറ്റിനെ ന്യായീകരിക്കുന്നതിന് ഇതേ പരിപാടിയാണ് വിനായകൻ്റെ കാര്യത്തിലും ചെയ്യാറുള്ളത്. വിനായകൻ ദളിതനായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കറുത്തവനായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ അയാളെ ആക്രമിക്കുന്നത്? അയാൾക്ക് വിനായകൻ എന്ന് പറയുന്ന മനുഷ്യന് സെക്സും റേപ്പും തമ്മിലുള്ള വ്യത്യാസം പോലും അറിഞ്ഞുകൂടാ. അതാണ് അയാളുടെ ഏറ്റവും. അതുപോലെ അയാളുടെ ഈ സംഭാഷണം ഒക്കെ വളരെയധികം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളൊക്കെ. അയാളുടെ മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്. സെക്സും റേപ്പും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ പാടില്ല. അപ്പോൾ ഇതാണ് വിനായകൻ പറയുന്നത്. അതാണ് വിനായകൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഒരു സ്ത്രീയോട് എനിക്ക് താല്പര്യം തോന്നിയാൽ ഞാൻ നേരിട്ട് പോയി ചോദിക്കുന്നതല്ലേ, എനിക്ക് താല്പര്യമുണ്ട്, തരൂ എന്ന് ചോദിക്കുക. അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണോ ലൈംഗികതയെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ സ്ത്രീയെ സമീപിക്കേണ്ടത്, പ്രണയത്തെ സമീപിക്കേണ്ടത്? ഇതിനൊക്കെ വ്യത്യസ്തമായ രീതികളിലല്ലേ സമീപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ വിനായകൻ എന്ന് പറയുന്ന ആൾക്ക് ഇതിൻ്റെ വ്യത്യാസങ്ങളൊന്നും തിരിച്ചറിയില്ല. അതാണ് വിനായകന് സംഭവിച്ചത്. അതേപോലെയാണ് ഇവിടെ വേടൻ്റെ കാര്യത്തിലും. വേടനെ പറ്റിയിട്ടുള്ള പരാതി, മീറ്റു പരാതിയിൽ പറയുന്നത് വേടൻ ഈ ഇത്തരത്തിലെന്താ വേദന എടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ വേദന എടുപ്പിക്കുന്നു, സ്ക്വട്ട് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളോട് ചോദിക്കുന്നു. പരിചയപ്പെട്ടവരുടെ അങ്ങനെ ചോദിച്ച വേദന ഉണ്ടാക്കിയെന്ന് ഒരാൾ പറഞ്ഞിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വൈകൃതമായിട്ടുള്ള ചില കാര്യങ്ങളും ഇയാളിലുണ്ട് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന ലഹരി ഉപയോഗം. ലഹരിയാണ് ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതിനെ മറച്ചു വയ്ക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അത് ഒതുക്കി തീർക്കാനും വേണ്ടിയിട്ട് ഇയാളുടെ ജാതിയാണ് എടുത്തു വെക്കുന്നത്. ജാതി വെച്ചിട്ട് ഈ ജാതി ആയതുകൊണ്ടല്ലേ ഇയാളെ ആക്രമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, ഇരവാദം ഉന്നയിക്കുക. ബിനി പറഞ്ഞ പോലെ ഇരവാദം ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിവിലേജ് എന്തുകൊണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടുന്നില്ല? അപ്പോൾ ജാതിയാണ് പ്രശ്നം, ജാതിയാണ് കാര്യം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കോ ഷെയ്ൻ നിഗത്തിനോ ഈ പറയുന്ന ശ്രീനാഥ് ബാസിക്കോ കിട്ടാത്ത ഒരു കാര്യം ഇവിടെ എന്തുകൊണ്ട് വേടന് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ തരത്തിൽ തന്നെ അതിനെ ഉപയോഗിക്കുകയാണ്. അതെ, ജാതി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ജാതി പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാത്യാലുള്ള സ്വഭാവം, ജാത്യാലുള്ള രീതി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ നമുക്ക് തമാശയും ഉണ്ട്, പരിഹാസവും ഉണ്ട്. അതെ, അല്ല എങ്കിലും ജാതിയിൽ പ്രത്യേകിച്ച് തമാശയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വ്യത്യാസമുണ്ട്. പരിഹാസമല്ല തമാശ. അപ്പോൾ ഈ ജാതി പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്നത്, ഇല്ലെങ്കിൽ ജാതി പേര് പറഞ്ഞ അധിക്ഷേപിക്കും, ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ജാതിയാണ്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരോട് പെരുമാറുന്നത്. ഇപ്പോൾ ഒരു ഓഫീസിൽ മുമ്പൊരിക്കൽ ഉണ്ടായല്ലോ, ഒരു ബാങ്കിൽ. ആ ബാങ്കിൽ എന്താ ഉണ്ടായത്? കീഴ് ജാതിയിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുക, അവരെ കൊണ്ട് ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുക, സ്റ്റാഫിനെ കൊണ്ട്. പിന്നെ നമുക്കറിയാം ക്ഷേത്രത്തിലെ പ്രശ്നമുണ്ടായത്, ഈ പറയുന്ന കഴകൻ ജീവനക്കാരൻ താഴ്ന്ന ജാതി ആയതുകൊണ്ട് അയാൾ അധിക്ഷേപിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ജാതി അഡ്രസ്സ് ചെയ്യുന്നത്. എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത്, എന്തിനാണ് ജാതി, ഈ പറയുന്ന ജാതി പേരുകളിലുള്ള മാട്രിമോണികൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ജാതി കൊണ്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ജാതി പ്രവർത്തനമാണോ നടത്തേണ്ടത് എന്നുള്ളത് സാമൂഹികമായ നീതി ഉറപ്പാക്കാൻ ജാതിക്ക് അതീതമായി ചിന്തിക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇവിടെ അതല്ല, ഒരു തെറ്റിനെ മറച്ചു വയ്ക്കാനാണ്. അല്ലാത്തപ്പോൾ വേടൻ്റെ പാട്ടുകൾ ഏറ്റെടുത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. വേടൻ്റെ പാട്ടുകളും വേടൻ്റെ ആശയത്തോടും രാഷ്ട്രീയത്തോടും ഒക്കെ യാതൊരു വിയോജിപ്പും ഇല്ല. ശരിയാണ്, കേരള രാഷ്ട്രീയം പറയേണ്ടതാണ്, അതിൽ ആര് പറഞ്ഞു പറയേണ്ടതെന്ന്. പക്ഷേ ഇവിടെ വേടൻ ചെയ്ത തെറ്റിനെ അതുകൊണ്ട് ന്യായീകരിക്കാൻ ജയമോഹൻ്റെ ദന്തസിംഹാസനങ്ങളാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ദന്തസിംഹാസനങ്ങളാണോ മറ്റൊരു പുസ്തകമുണ്ട്, അതായത് ജയമോഹൻ്റെ. അതിൽ ഒരു നായാടിയുടെ കഥ പറയുന്ന പുസ്തകം, പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല.
അപ്പോൾ അതിനകത്ത് പറയുന്ന പേരുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നായാടി ഒരു കൊലപാതകം ചെയ്താലും അയാളെ ശിക്ഷിക്കേണ്ടതില്ല, അയാൾ ശരിയാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പറയുന്നത് ഏത് നിലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായാടിയോട് സമൂഹം കാണിച്ച അനീതിയാണ്. ആ അനീതിയെ ചെറുക്കാനായി അയാൾ ഒരു കൊലപാതകം ചെയ്താൽ അത് തെറ്റായി കണക്കാക്കേണ്ടതില്ല എന്ന് ജയമോഹൻ പറയുന്നുണ്ട്. 100 സിംഹാസനങ്ങൾ എന്നാണ് പുസ്തകത്തിൽ പേര് മറന്നുപോയത്. അപ്പോൾ 100 സിംഹാസനങ്ങൾക്കകത്ത് പറയുന്നുണ്ട് അത് നായാടി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരാൾ കൊലപാതകം ചെയ്താൽ പോലും അയാൾ ശിക്ഷിക്കേണ്ടതില്ല, അയാൾ അവിടെയും അയാൾ തന്നെയാണ് ശരി എന്ന് പറയുന്നുണ്ട്. അതിന് മറ്റൊരു നീതിബോധമാണുള്ളത്. അത് ഈ പറയുന്ന അന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. കാരണം അത്രയേറെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് നായാടി എന്ന് പറയുന്നത്. നമുക്കറിയാം അവരെങ്ങനെയാണെന്ന്. അതായത് കുഴിക്കടിയിൽ, അതായത് പൊന്തക്കാട്ടിൽ കുഴി കുത്തി അതിനകത്താണ് കുട്ടികളും മക്കളും പങ്കാളിയായിട്ടെല്ലാം ജീവിക്കുന്നത്. ആൾക്കാർ കൊണ്ട് കളയുന്ന എച്ചിലാണ് പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. പകൽ സമയത്തൊന്നും വെളിയിൽ ഇറങ്ങില്ല. അവർ പൊതുമധ്യത്തിൽ വരാനോ പ്രകാശത്തിൽ ജീവിക്കാനോ അർഹരായിരുന്നില്ല. അവർ മലം ചുമക്കുന്നവരായിട്ടൊക്കെയാണ് അവരെ കണക്കാക്കി. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന നായാടികളെയൊക്കെ എലിയൊക്കെ അടിച്ചു കൊന്നു തിന്നൊക്കെയാണ് അവർ കഴിച്ചത്. അപ്പോൾ ചത്ത എലി, ചത്ത പൂച്ച, ഇതിനെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നായാടികൾ കേരള സമൂഹത്തിൽ അവരുടെ ചരിത്രമുണ്ട് കേരള ഹിസ്റ്ററിക്കകത്ത്. പക്ഷേ ആ നീതി ജയമോഹൻ ഉന്നയിക്കുന്ന ജാതിയുടെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ എന്ത് ചെയ്താലും അംഗീകരിച്ചു കൊടുക്കണമെന്നുള്ള അവസ്ഥയിൽ ഒരു അവസ്ഥയിലല്ല ഈ ഇന്ന് നിൽക്കുന്നത്. പലപ്പോഴും കോടതികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരാൾ ഈ പറയുന്ന വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വിദ്യാഭ്യാസവും ഏറ്റവും കാര്യബോധവുമുള്ള ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ ശരികേടുകൾ പലതുമുണ്ട്. അതിനകത്ത് ചില ന്യായങ്ങളുണ്ടെങ്കിലും അന്യായങ്ങളും അതിൻ്റെ അകത്തുണ്ടെന്ന് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളെ എങ്ങനെയാണ് അയാളുടെ പ്രിവിലേജ് കണക്കാക്കുക? ഈ ദുരവസ്ഥ എന്ന കൃതിയിൽ കുമാരനാശാൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സാവിത്രി അന്തർജനത്തിന്റെ അറിയാലോ പ്രിയന, അതൊരു സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച കൃതി കൂടിയാണ്. സാവിത്രി മറ്റൊരു ജാതിയിൽപ്പെട്ട വിവാഹം കഴിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അത് എഴുതാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ഒരു ധൈര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു പറ്റും. ആശാൻ വിപ്ലവകാരിയായിരുന്നു. അപ്പം പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതിയെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം ഇയാളുടെ കുറ്റത്തിൽ നിന്ന് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഏത് ജാതിയെ അത് സാധാരണഗതിയിലുള്ള ജാതി അവകാശങ്ങളെ പോലും പിന്നീട് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ജാതി എന്ന് പറയുന്നതിനെ വെച്ച് ഒരു സതുദ്ദേശപരമല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റായ പ്രവണതയാണെന്ന് പറയേണ്ടി വരും. അതായത് നമുക്കറിയാം ഈ വിനായകൻ്റെ കാര്യത്തിലും അതേ രീതിയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയും അത് ഇവർ രണ്ടുപേരും ഈ ജാതിയുടെ പ്രിവിലേജ് പറയുന്ന രാഷ്ട്രീയം ശരി, ആ രാഷ്ട്രീയം ഉന്നയിക്കാനുള്ള യോഗ്യതയുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇവർ ഈ ജാതിയുടെ പ്രിവിലേജ്, താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണോ എന്നെ പിടിക്കുന്നതെന്ന് പറയുന്ന പ്രിവിലേജ് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അയാളെ ജാതിപരമായിട്ട് അയാളുടെ കലയെ അധിക്ഷേപിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തിരുന്നാൽ ഓക്കെ ശരി, നമുക്കത് സമ്മതിക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ അയാൾ ജാതിയുടെ പ്രിവിലേജ് എടുത്ത് അയാളുടെ മേൽ കൊടുക്കുന്നത്, അയാൾ പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവർ ചെയ്യുന്നത് ശരിയായ നടപടിയല്ല. അത് ഈ പറയുന്ന ജാതിയുടെ പ്രിവിലേജിനെ ദുർമാർഗത്തിൽ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ന് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.